പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ സൂറയാണ് സൂറത്തുൽ അംബിയ. വ്യക്തികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമൂഹത്തിന് പരിചയപ്പെടുത്തുകയാണ്. നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഇതൊക്കെ നിർവഹിച്ച് മുസ്ലിമാകുന്നവരാണ്. അവരിൽ ഏറ്റവും നല്ല വ്യക്തിത്വം ഉണ്ടാക്കുക എന്ന വലിയൊരു ദൗത്യം അല്ലാഹു നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല വ്യക്തികളായി മാറാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആൻ പ്രവാചകരെന്ന വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തിയ സൂറയാണ് സൂറത്തുൽ അംബിയ. ഇതിന്റെ ചില ഭാഗങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإسماعيل وإدريس وذا الكفل. അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞു. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ-ളുർ വഅൻത അർഹമുർ റാഹിമീൻ. അതിന്റെ മുമ്പ് സുലൈമാൻ നബിയുടെ ചരിത്രം പറഞ്ഞു. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച നേരം ഓർക്കുക നബിയേ, അന്നീ മസ്സനിയൽ-ളുർ, അല്ലാഹുവേ എനിക്ക് പ്രയാസങ്ങൾ വന്നിരിക്കുന്നു റബ്ബേ, ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നു റബ്ബേ. വഅൻത അർഹമുർ റാഹിമീൻ, നീ ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ അല്ലാഹുവേ, എന്റെ അസുഖം മാറ്റിത്തരണേ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞില്ല എന്നാണ്. പടച്ചവനെ എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു, നീ ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ. ഇത് പറഞ്ഞപ്പോഴേക്കും ഫസ്തജബ്നാ ലഹ്, ഒരുപാട് തവണ അല്ലാഹു ഫസ്തജബ്നാ, അവർക്ക് ഉത്തരം കൊടുത്തു, നാം മറുപടി കൊടുത്തു, പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു സൂറയാണ്. ഫസ്തജബ്നാ ലഹു വകശഫ്നാ മാ ബിഹി മിൻ ളുർ വആതൈനാഹു വഅഹ്ലഹു ومثلهم معهم رحمة من عندنا وذكرى للعابدين. നഷ്ടപ്പെട്ടു പോയ മക്കളും കുടുംബവും സമ്പത്തും അല്ലാഹു തിരിച്ചു കൊടുത്തു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്. وإسماعيل وإدريس وذا الكفل كل من الصابرين. ഇസ്മാഈൽ നബിയെയും ദുൽകിഫിൽ അലൈഹിസ്സലാമിനെയും ഇദ്രീസ് അലൈഹിസ്സലാമിനെയും അല്ലാഹു പരിചയപ്പെടുത്തുന്നു. വഅദ്ഖൽനാഹും ഫീ റഹ്മതിനാ ഇന്നഹും മിനസ് സ്വാലിഹീൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ച അല്ലാഹുവിന്റെ മഹത്തുക്കളായിരുന്നവരെ, സജ്ജനങ്ങളുടെ നേതാക്കന്മാരാണവർ. വദന്നൂൻ, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു പോയ യൂനുസ് നബി അലൈഹിസ്സലാമിനെയും ഓർക്കണം നബിയേ. മത്സ്യത്തിന്റെ വയറ്റിനകത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ച മഹാനായ യൂനുസ് അലൈഹിസ്സലാം. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം, ആ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം കൊടുക്കുകയും സങ്കടത്തിൽ നിന്ന് മോചനം നൽകുകയും ചെയ്തു മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ. വസകരിയാ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദാ വഅൻത ഖൈറുൽ വാരിഥീൻ. ഒറ്റക്കായി പോകുമോ എന്ന് വാർദ്ധക്യ സമയത്ത് ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്ത സക്കരിയാ നബി അലൈഹിസ്സലാം ഒരു കുഞ്ഞുണ്ടായി കാണാൻ സാധിക്കാതെ, അല്ലാഹുവേ തനിക്ക് ശേഷം ഈ നുബുവത്തിന്റെ വെളിച്ചമെങ്ങാനും ജനങ്ങൾക്ക് നഷ്ടപ്പെടുമാർ, അല്ലാഹുവേ അനന്തരാവകാശികൾ ഇല്ലാതെ പോകുമോ, എനിക്കും വേണം ഒരു കുഞ്ഞ് എന്ന് വാർദ്ധക്യത്തിൽ അല്ലാഹുവിനോട് ചോദിച്ച സക്കരിയാ നബിയെ അങ്ങൊന്ന് ഓർക്കണമേ. ഫസ്തജബ്നാ ലഹ്, 90 വയസ്സ് കഴിഞ്ഞ സക്കരിയാ നബിക്കും നാം ഉത്തരം കൊടുത്തു.
വവഹബ്നാ ലഹു യഹ്യാ, യഹ്യാ എന്നൊരു പ്രവാചകനെ, ഒരു മകനെ നാം കൊടുത്തു. വഅസ്ലഹ്നാ ലഹു സൗജ, മകന്റെ ജനനത്തിന് ശേഷം തന്റെ ഭാര്യയുടെ ആരോഗ്യത്തിലും സ്വഭാവത്തിലും അല്ലാഹു മാറ്റം വരുത്തി കൊടുത്തു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകൾ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും അതിലേക്ക് ഓടി വരുമായിരുന്നവരാണ് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കുടുംബം. ഈസ നബിയും യഹ്യാ നബിയും ഹന്നാ ബീവിയും മറിയം ബീവിയും അങ്ങനത്തെവരായിരുന്നു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. റമളാനിന്റെ പകലിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ അവസാന ഭാഗം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകൾ പറയപ്പെടുമ്പോൾ അതിലേക്ക് ഓടി വരുന്നവരായിരുന്നു ഇവരൊക്കെ. വയദ്ഊനനാ, അവരെന്നോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു നബിയെ. റഗബൻ വറഹബാ, പേടിച്ചുകൊണ്ടും അല്ലാഹുവിൽ ആശയോടെ പ്രതീക്ഷയോടെ ദുആ ചെയ്യുന്നവരായിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, അവരെന്നെ ധാരാളം ഭയപ്പെടുന്നവരായിരുന്നു നബിയേ. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, അൽ മുസാറഅതു ഇലൽ ഖൈറാത്ത്, നന്മകളുണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് ഓടിച്ചെല്ലാൻ കഴിയണം. ഇതൊരു തൗഫീഖാണ്. ലൗ ഖാമത്തിൽ ഖിയാമ, അന്ത്യനാൾ സംഭവിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. വഫീ യദി അഹദികും ഫസീല, ഒരു ഈത്തപ്പനയുടെ ചെറിയൊരു ചെടി അത് നട്ടുപിടിപ്പിക്കാൻ നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് ഖിയാമത്തിന്റെ ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ആ ഒരു ചെടി നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് പിടിപ്പിച്ചിട്ടേ നിങ്ങൾ ഖിയാമത്തിന് വേണ്ടി ഒരുങ്ങാവൂ. നിങ്ങൾ ആ സമയം ആർക്ക് വേണ്ടിയാണ് ഈ മരം? ആരാണിതിനെ നട്ടു വളർത്തുക? ആരാണിതിനെ വെള്ളമൊഴിച്ചു കൊടുക്കുക? ഇനി ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇതിന്റെ ഫലം കായ്ക്കുമ്പോഴേക്ക് ഇവിടെ ആളുണ്ടാകുമോ, മനുഷ്യരുണ്ടോ, ലോകമുണ്ടോ, പ്രപഞ്ചമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ആ നന്മ ചെയ്തു വെച്ചു പോകണം എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണ് നമ്മൾ. ഖിയാമത്ത് നാൾ നടക്കുകയാണ്. ആ ചെടി ആര് നട്ടുപിടിപ്പിക്കാൻ, ആര് വളർത്താൻ, ആർക്കിനി ചിന്തിക്കരുത്. നിങ്ങളത് നട്ടുപിടിപ്പിക്കുക. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നിങ്ങളോട് പറഞ്ഞത് നന്മ ചെയ്യാനാണ്. നന്മ നിങ്ങൾ ചെയ്യുക. അതിന്റെ അനന്തരഫലങ്ങൾ നിങ്ങളെ കുറിച്ചല്ല, നിങ്ങളോടല്ല ചോദ്യം. നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന അധ്വാനങ്ങൾ മുഴുവനും ഇനി ആര്, ഇനി എന്ത്, ഇന്ത്യയുടെ ഭാവി എന്ത് എന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. ഖിയാമത്ത് നാൾ നടക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ആ ചെടി നട്ടുപിടിപ്പിക്കണം. അത്രയേ നമ്മളോട് പറഞ്ഞു. കിസ്റ ഇബ്നു ഹുർമുസ്, കിസ്റ രാജാവ്, അദ്ദേഹം നാട് ചുറ്റുന്ന നേരത്തെ വൃദ്ധനായ ഒരു മനുഷ്യൻ സൈത്തൂനിന്റെ ഒരു ചെടി നട്ടുപിടിപ്പിക്കുകയാണ്. കിസ്റ ചോദിച്ചു, അല്ല, ആർക്കാണ് നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്? നിങ്ങൾ ഭരിക്കാനായില്ലേ? മിനിമം 30 വർഷമെടുക്കും സൈത്തൂൻ ചെറിയ ചെടിയായി വളർന്ന് അതിൽ കായ വരാൻ. 30 കൊല്ലെടുക്കും. ഈ പ്രായമായ പൂപ്പയായ നിങ്ങൾ എന്തിനാണ് ഇത് നട്ടുപിടിപ്പിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, രാജാവേ, നമ്മൾ ഇന്ന് തിന്നുന്ന സൈത്തൂൻ നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി നട്ടുവെച്ചു പോയതല്ലേ. ഇത് കേട്ടപ്പോ ഭയങ്കര അത്ഭുതമായി. രാജാവ് എന്ന് പേർഷ്യൻ ഭാഷയിൽ അന്ന് രാജാവ് പറഞ്ഞാൽ അതിനർത്ഥം 1000 സ്വർണ്ണ നാണയം കിട്ടിയെന്ന് കൊടുക്കാൻ പറഞ്ഞു. 1000 സ്വർണ്ണ നാണയം. വല്ലാത്ത മറുപടി അല്ലേ പറഞ്ഞത്. അപ്പൊ ആ വൃദ്ധൻ പറഞ്ഞു, രാജാവേ, ഇതെന്തൊരു അത്ഭുതമാണ്. 30 കൊല്ലം കഴിഞ്ഞ് കായ്ക്കാൻ പോകുന്ന സൈത്തൂൻ ഇപ്പൊ തന്നെ കായ്ച്ചല്ലോ. 1000 ദിനാറല്ലേ കിട്ടിയത്. ഇത് പറഞ്ഞപ്പോ രാജാവ് വീണ്ടും കൊടുക്കായില്ലെന്ന് പറഞ്ഞു. 2000 കിട്ടി.
അപ്പൊ അദ്ദേഹം, രാജാവേ, ഈ ജൈത്തൂൻ തന്നെ 30 കൊല്ലം കഴിഞ്ഞ് കായ്ക്കാൻ തുടങ്ങിയാൽ വർഷത്തിൽ ഒരിക്കലേ കായ്ക്കുള്ളൂ. ഇതാ ഇപ്പൊ തന്നെ 2 പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞല്ലോ, കൊടുക്കായിരുന്നു പറഞ്ഞു. പിന്നെ രാജാവ് പറഞ്ഞു, വണ്ടി വിട്, ഇനി നിന്നാൽ നമ്മുടെ ഖജനാവ് തീർന്നു പോകും. ഈ മനുഷ്യന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. 3000 ദിർഹം സ്വർണ്ണ നാണയം ആ വൃദ്ധന്റെ കൈകളിൽ വന്നത് വളരെ നിമിഷനേരം കൊണ്ട്. എന്തേ? അടുത്തൊരു തലമുറക്ക് വേണ്ടി ചെയ്തു വെക്കുകയാണ്. എത്ര വലിയ നന്മയാണത്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് ഈ ഉമ്മത്തിന്റെ തുടർച്ചയും അങ്ങനെയാണ്. അടുത്തൊരു തലമുറക്ക് വേണ്ടി നമ്മൾ കാത്തുവെക്കുന്നത്, സൂക്ഷിക്കുന്നത്. പ്രപഞ്ചം, നമ്മുടെ പ്രകൃതി, ചുറ്റുപാടുകൾ, അന്തരീക്ഷം, ഭൂമി എല്ലാം അടുത്തൊരു തലമുറക്ക് വേണ്ടി കൈമാറപ്പെടുന്ന സംഗതികളാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, നശിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം. ഏതായിരുന്നാലും നമ്മൾ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക. ബാക്കി അള്ളാഹുവിന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് ഒരു കിണറാവാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾക്കൊരു കിണറാവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വെള്ളം കോരിയെടുക്കുന്ന ഒരു ബക്കറ്റായി മാറണം. അതിനും സാധ്യമല്ലെങ്കിൽ ആ ബക്കറ്റ് പൊക്കിയെടുക്കുന്ന കയറാവണം. ഒട്ടും ആ വെള്ളം മലിനപ്പെടുത്തുന്ന ചെളിയായി മാറരുത് എന്ന് പറയുന്ന ആപ്തവാക്യം ദസ്സിനോട് കൈമാറുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ സജ്ജനങ്ങൾ നന്മകളിലേക്ക് ഓടിച്ചെന്ന പോലെ നമുക്കും നന്മയിലേക്ക് ഓടിച്ചെല്ലണം. അല്ലാഹു നമുക്കതിന് അവസരങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അന്നൊക്കെ നമ്മൾ 80 വിദ്യാർത്ഥികളെ കൊണ്ട് തുടങ്ങുന്ന സ്ഥാപനം ഞങ്ങളുടെ 4ാമത്തെ ബാച്ച് പുറത്തിറങ്ങുമ്പോൾ 24 പേരാണുള്ളത്. ഉസ്താദ് ഇടയ്ക്ക് ക്ലാസ്സിൽ പറയും, തെങ്ങുമ്മ കൊലക്കുന്നത് മുഴുവൻ തേങ്ങാവാനുള്ളതല്ല, തേങ്ങാവണത് കുറച്ചേ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ചില തൗഫീഖുകൾ ഉണ്ടാവും, ചില തീരുമാനങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ഒരുപക്ഷെ അങ്ങനെ പഠിച്ച പണ്ഡിതന്മാരായിട്ട് ഇറങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും ആലിമീങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫഅലൈഹി ബിത്തഫ്കീർ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നല്ല നല്ല ചിന്തകൾ, ആലോചനകൾ, അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ കുറിച്ച് സുബ്ഹാനല്ലാഹ് എന്ന് മനസ്സുകൊണ്ട് പറയുന്ന ചിന്തകൾ. ആ ചിന്തകൾ നിങ്ങൾ സ്വഭാവമാക്കിയാൽ നിങ്ങൾക്ക് പണ്ഡിതന്മാരുടെ പ്രതിഫലം അള്ളാഹു നൽകുമത്രേ. സുബ്ഹാനല്ലാഹ്. من أراد فضل المجاهدين وهو قاعد في بيته, വീട്ടിലിരുന്നുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പടപൊരുതുന്ന പോരാളികളുടെ പ്രതിഫലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൽയുജാഹിദിശ് ശൈത്വാന ഫീ നഫ്സിഹി, സ്വന്തം ശരീരത്തോട് പിശാചിനോട് പടപൊരുതി, സ്വന്തം ശരീരത്തിൽ നിന്നുകൊണ്ട് പിശാചിനോട് പടപൊരുതിയാൽ അള്ളാഹുവിന് വേണ്ടി മുറാബിത്വീങ്ങളായ ധർമ്മസമര സേനാനികളുടെ പ്രതിഫലം അള്ളാഹു നൽകുമത്രേ. നമുക്കിങ്ങനെ ഇരിക്കുമ്പോ വെറുതെ ഓരോ ചിന്ത വരും, അത് കാണാം, ഇത് കാണാം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണോ? ഞാൻ കാണൂല, എനിക്കത് വേണ്ട എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുന്നതാണ് ഈ പിശാചിനോട് പടപൊരുത്. അതൊക്കെ പറഞ്ഞ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ومن أراد فضل الصدقة وهو عاجز عنها, ദാനധർമ്മം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ സമ്പത്തില്ല. അങ്ങനെയാണെങ്കിൽ ദാനം ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ ഒരു വഴിയുണ്ട്. തനിക്കറിയുന്ന അറിവുകൾ കൂടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അറിവുകൾ പറഞ്ഞു കൊടുക്കുക, ഇൽമം മനസ്സിലാക്കി കൊടുക്കുക. അറിവിന്റെ വ്യാപനം ചെയ്യുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അവന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ദാനം ചെയ്യുന്നതിന്റെ പ്രതിഫലമാണത്രേ. വമൻ അറാദൽ ഹജ്ജ് വഹുവ ഗൈറു മുസ്തതീ, ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ പൈസ ഇല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുമ്മ അക്തുബ് ലനാ ഹജ്ജൻ മബ്റൂറാ വസഅയൻ മഷ്കൂറാ, അല്ലാഹുവേ നിന്റെ 2 ഹറമൈനുകളിൽ ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം റബ്ബേ ഞങ്ങൾക്ക് ഒരുപാട് നൽകണേ തമ്പുരാനെ. ഹജ്ജും ഉംറയും ഹബീബിനെ സിയാറത്ത് ചെയ്യാനുമുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. കയ്യിൽ പൈസ ഇല്ല, പക്ഷെ ഹജ്ജ് ചെയ്യാൻ വലിയ കൂലി, വലിയ പൂതിയുണ്ട്, ആഗ്രഹമുണ്ട്. അത്തരം ആളുകൾ ഫൽയൽസമിൽ ജമാഅ,
നിർബന്ധമായും ജമാഅത്ത് നിസ്കാരങ്ങളിൽ അവർ സംബന്ധിക്കണം. നിസ്കാരങ്ങൾ ജമാഅത്തായിട്ടേ അവർ നിർവഹിക്കാവൂ. ജമാഅത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നതിന്റെ പ്രതിഫലമുണ്ടത്രേ. ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവർക്ക് വമൻ അറാദ ഫളൽ ആബിദീൻ, സജ്ജനങ്ങളുടെ ആബിദീങ്ങളായ അല്ലാഹുവിന്റെ ഇബാദത്തിൽ മുഴുകുന്നവരുടെ പ്രതിഫലം നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? ഫൽയുസ്ലിഹ് ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുക. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, പാർട്ട്നേഴ്സ് തമ്മിൽ ബുദ്ധിമുട്ടുണ്ട്, അയൽവാസികൾ തമ്മിൽ പ്രശ്നങ്ങളാണ്, സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കുണ്ട്. നിങ്ങൾക്ക് അവിടെ ഇടപെട്ട് ഒരു മസ്ലഹത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മസ്ലഹത്ത് ചെയ്യുന്നതോടുകൂടെ അല്ലാഹുവിന് വേണ്ടി മുസല്ല വിരിച്ച് നിസ്കരിക്കുന്ന ആബിദീങ്ങളുടെ പ്രതിഫലം അല്ലാഹു നൽകുമത്രേ. വമൻ അറാദ ഫളൽ സാഹിദീൻ, പരിത്യാഗികളായ അല്ലാഹുവിന് വേണ്ടി ദുനിയാവ് പാടെ ഒഴിവാക്കിയവർ. അങ്ങനെ പറയുമ്പോ സമ്പത്തിന് മനസ്സിലേക്ക് കൊടുക്കാത്തവർ എന്നാണ് ഇതിനർത്ഥം. കാരണം സയ്യിദു സാഹിദീൻ, പരിത്യാഗികളുടെ നേതാവ് എന്ന് പറയുന്നത് ഒരു ഖലീഫയാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ ഖജനാവുകളുടെ ആളാണ്. അങ്ങനത്തെ വലിയൊരു ഖലീഫയാണ് സയ്യിദു സാഹിദീൻ ബിഇജ്മാഇൽ ഉലമ. സയ്യിദു സാഹിദീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാം, വേണ്ടാന്ന് വെച്ചിട്ടും സമ്പത്ത് ദേഹത്ത് വന്ന് വീണുകൊണ്ടിരുന്നൊരു കാലമാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷേ ഹൃദയത്തിലേക്ക് അതിനെടുത്തിട്ടില്ല, ഖൽബിലേക്ക് പൈസയെ കയറ്റിയിട്ടില്ല. അതാണ് ഹൃദയത്തിലോട് നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ വാഹനം, നമ്മുടെ വീട്, നമ്മുടെ കച്ചവടം, ഇതൊന്നും വല്ലാതൊരു സ്നേഹം ഖൽബിൽ കൊടുക്കുക. അത് ആവശ്യമാണ്, കൊണ്ടുനടക്കണം. അതുണ്ടെങ്കിലേ ഇതുപോലുള്ള പരിപാടികൾക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഖൽബിനുള്ളിലേക്ക് കൊടുക്കരുത്. സയ്യിദു സാഹിദീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അവരാണ് മുജദ്ദിദുൽ ഖർനിൽ അവ്വൽ, ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ബി ഇജ്മാഇൽ ഉലമ. അങ്ങനത്തെ ഒരു മഹാൻ അദ്ദേഹം ഖലീഫയാണ്. പക്ഷേ പരിത്യാഗികളായ സാഹിദീങ്ങളുടെ നേതാവാണ്. നിങ്ങൾക്ക് സാഹിദുകളുടെ കൂലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെ ഒരു സഹജീവികളോട് സ്നേഹം തോന്നുകയാണെങ്കിൽ സാഹിദീങ്ങളുടെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അവരാണ് മുജദ്ദിദുൽ ഖർനിൽ അവ്വൽ, ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ബി ഇജ്മാഇൽ ഉലമ. അങ്ങനത്തെ ഒരു മഹാൻ അദ്ദേഹം ഖലീഫയാണ്. പക്ഷേ പരിത്യാഗികളായ സാഹിദീങ്ങളുടെ നേതാവാണ്. നിങ്ങൾക്ക് സാഹിദുകളുടെ കൂലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെ ഒരു സഹജീവികളോട് സ്നേഹം തോന്നുകയാണെങ്കിൽ സാഹിദീങ്ങളുടെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് റമളാനിന്റെ പകലുകൾ ഓരോരോ നന്മകൾ ചെയ്ത് മുന്നേറുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കാനിടയുള്ള കർമ്മങ്ങളിൽ നന്മകളിൽ പെട്ടതാണ് ഇൽമൻ നശറഹു, ജനങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്, എഴുതിയ പുസ്തകം, ലേഖനങ്ങള്, വഅദുകള്, ജനങ്ങൾക്ക് ഇൽമ് പറഞ്ഞു കൊടുത്തത് മരണശേഷം ഉപകാരപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വവലദൻ സ്വാലിഹൻ തറകഹു, നിങ്ങൾ ഇട്ടേച്ചു പോകുന്ന സ്വാലിഹുകളായ മക്കള്, അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അല്ലാഹുവേ നല്ല മക്കളെ നൽകണേ റബ്ബേ, മക്കളെ നന്നാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ പുണ്യമായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണമേ അല്ലാഹ്. വമുസ്ഹഫൻ വറഥഹു, നിങ്ങൾ അനന്തരമായി വെച്ചു പോകുന്ന മുസ്ഹഫുകള്, മുസ്ഹഫ് ദാനം ചെയ്യുന്നത് വലിയ പ്രതിഫലമാണ്, വലിയ കൂലിയാണ്. വഖഫ് ചെയ്യുന്നത്. ഔ മസ്ജിദൻ ബനാ, നിങ്ങൾ ഉണ്ടാക്കുന്ന മസ്ജിദ്, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫഹസി ഖതാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നah. അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകുമെന്ന് പറഞ്ഞത് ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന അത്ര സ്ഥലം അല്ലാഹു മസ്ജിദായി കൊടുത്താൽ, സുബ്ഹാനല്ലാഹ്, ഒരു മിഹ്റാബിൽ എത്ര പ്രാവിനിരിക്കാൻ പറ്റും? ഒരു മിഹ്റാബ് മാത്രം ഉണ്ടാക്കിയ ഒരു പ്രാവിനിരിക്കുന്ന സ്ഥലം നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ.
എങ്കിൽ പോലും അള്ളാഹു അതിന് പകരം സ്വർഗത്തിൽ പ്രാവലിരിക്കുന്ന സ്ഥലമല്ല തരുന്നത്. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ബൈത്ത് എന്ന് പറയുന്നത് ഖസ്റാണ്, കൊട്ടാരങ്ങളാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ പടച്ചവനെ. ഔ ബൈതൻ ലിബ്നി സബീലി ബനാ, വഴിയാത്രക്കാരായ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ബൈത്തുൽ മുസാഫിരീൻ, യാത്രക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മസ്ജിദുകളുണ്ട്, ബൈത്തുകളുണ്ട്, വീടുകളുണ്ട്. സുബൈദ ബീവി ഇറാഖിൽ നിന്നും മക്കയിലേക്ക് ഉണ്ടാക്കിയ ദർബ് സുബൈദ എന്ന് പറയുന്ന ഒരു വഴിയോരമുണ്ടായിരുന്നു. സുബൈദ ബീവി ഹാറൂൺ റഷീദിന്റെ ഭാര്യയാണ്, ജഅഫറുൽ മൻസൂറിന്റെ മോളാണ്. ആങ്ങളമാര് ഭരണാധികാരികളാണ്, എളാപ്പ ഭരണാധികാരിയാണ് മഹ്ദി. ഭർത്താവാണെങ്കിലോ ലോകം കണ്ട പ്രഗത്ഭനായ ഖലീഫയാണ്. ബഗ്ദാദിന്റെ മുറ്റത്ത് നിന്ന് ഹാറൂൺ റഷീദ് മേലോട്ട് നോക്കി മേഘങ്ങൾ ഇങ്ങനെ പോകുമ്പോ പറയുമത്രേ, യാ സഹാബ് അംതുരി ഹൈതു ശിഅതി ഫഇന്നഹു യഅതീനി ഖറാജുകി. മേഘമേ, നീ എവിടെ പോയി മഴ പെയ്താലും എനിക്ക് കുഴപ്പമില്ല, നിന്റെ മഴ കൊണ്ടുണ്ടാകുന്ന വിളവെടുപ്പിന്റെ ജിസിയ, അതിന്റെ ടാക്സ്, അതിന്റെ സക്കാത്ത് എന്റെ ബൈത്തുൽ മാലിലേക്ക്, ബഗ്ദാദിലേക്ക് വരും എന്ന് പറഞ്ഞാൽ സ്പെയിൻ മുതൽ ചൈന വരെ, ഇന്തോനേഷ്യ മുതൽ അങ്ങ് മൊറോക്കോ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ലോകത്തിന്റെ ഖലീഫയായിരുന്നു ഹാറൂൺ റഷീദ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണിത്. അവര് ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വന്ന സമയം വഴിയുടെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോ സുബൈദ ബീവി തീരുമാനിച്ചു, ഒരു ഹൈവേ ഉണ്ടാക്കണം ഇറാഖിൽ നിന്ന് ഹാജിമാർക്ക് മക്കയിലേക്ക് പോകാൻ. അങ്ങനെ വലിയൊരു വഴിയുണ്ടാക്കി. ആ വഴിയുടെ ഓരങ്ങളിലൊക്കെ മുസാഫർ ഖാനകൾ ഉണ്ടാക്കി. മുസാഫർ ഖാനകൾ ഉണ്ടാക്കിയത് മാത്രമല്ല, അവിടെയൊക്കെ കുടിക്കാനുള്ള കിണറുകൾ കുഴിച്ചു വെച്ചു. അങ്ങനെ വലിയൊരു പ്രൊജക്ട് ചെയ്തൊരു മഹദിയാണ് സുബൈദ ബീവി. സുബൈദ ബീവിയുടെ ചരിത്രമൊക്കെ റാന്നിൽ കേട്ടിട്ടുണ്ടായിരിക്കും. 800 കിലോ സ്വർണം ചെലവഴിച്ചുകൊണ്ടാണ് ഹുനൈനിൽ നിന്ന്, തായിഫിന്റെ 10 കിലോമീറ്റർ ഇപ്പുറത്ത്, ഹുനൈനിൽ നിന്ന് അറഫയിലേക്കും മശാഇറിലേക്ക്, മുസ്ദലിഫയിലേക്കും മിനയിലേക്കും ഒക്കെ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത് സുബൈദ ബീവിയാണ്. 800 കിലോ സ്വർണമാണ് ഇതിന് ആ മഹദി ചെലവഴിച്ചത്. ആ വഴിയുടെ ഓരങ്ങളിലൊക്കെ മുസാഫർ ഖാനകൾ ഉണ്ടാക്കി. മുസാഫർ ഖാനകൾ ഉണ്ടാക്കിയത് മാത്രമല്ല, അവിടെയൊക്കെ കുടിക്കാനുള്ള കിണറുകൾ കുഴിച്ചു വെച്ചു. അങ്ങനെ വലിയൊരു പ്രൊജക്ട് ചെയ്തൊരു മഹദിയാണ് സുബൈദ ബീവി. സുബൈദ ബീവിയുടെ ചരിത്രമൊക്കെ റാന്നിൽ കേട്ടിട്ടുണ്ടായിരിക്കും. 800 കിലോ സ്വർണം ചെലവഴിച്ചുകൊണ്ടാണ് ഹുനൈനിൽ നിന്ന്, തായിഫിന്റെ 10 കിലോമീറ്റർ ഇപ്പുറത്ത്, ഹുനൈനിൽ നിന്ന് അറഫയിലേക്കും മശാഇറിലേക്ക്, മുസ്ദലിഫയിലേക്കും മിനയിലേക്കും ഒക്കെ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത് സുബൈദ ബീവിയാണ്. 800 കിലോ സ്വർണമാണ് ഇതിന് ആ മഹദി ചെലവഴിച്ചത്. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെയൊക്കെ സേവനം വേണം. നമുക്ക് ഒരു ചെറിയൊരു ബക്കറ്റ് പിരിവുണ്ട്. നമ്മുടെ പന്തലുകൾ ശ്രദ്ധിച്ചോ, ടാർപ്പായ കെട്ടിയ ചൂടാവുമെന്ന് വിചാരിച്ച് എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ചിട്ടാണ് ഓലമേഞ്ഞ പന്തലായിട്ടത്. ഓലമേഞ്ഞ പന്തലൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ അതിഥികളായി നിങ്ങൾ വരുമ്പോഴേ നിങ്ങൾക്ക് ചൂടെടുക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഫാനും ഈ പന്തലൊക്കെ ഉണ്ടാക്കിയത്. നല്ല സൗണ്ട് സിസ്റ്റവും ഒക്കെ ഇവിടെ തയ്യാർ ചെയ്തു, കസേരയൊക്കെ വിരിച്ച് നിങ്ങൾ അതിഥികളായി സ്വീകരിച്ചതാണ്. ഒരു സ്ഥാപനമാണ് നടത്തുന്നത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മുടെയൊക്കെ സ്ഥാപനത്തിനതൊരു ഭാരമാവരുത്, നമ്മളൊക്കെ അത് ഏറ്റെടുക്കണം. എല്ലാവരും സഹോദര സഹോദരിമാരൊക്കെ കാര്യമായിട്ട് നമ്മുടെ താലിമീങ്ങൾ വരുന്നുണ്ട്, എല്ലാവരും സഹായിക്കണേ. അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയ്യത്ത് വെച്ചോളി, കുഴപ്പമില്ല. അത് നല്ലൊരു നിയ്യത്തായി കിടക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ മുറാദുകളെ ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബൈദ ബീവി ഉണ്ടാക്കിയ ആ ഒരു ഹൈവേക്കാണ് ദർബ് സുബൈദ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ദർബ് സുബൈദ അല്ലാത്തൊരു മഹദിയായിരുന്നു. 100 അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു കൊട്ടാരത്തിൽ. ആ അടിമ സ്ത്രീകൾ 100 പേരും ഹാഫിളത്തുകളായിരുന്നു, ഖുർആൻ ഹിഫ്ളാക്കിയ അടിമ പെണ്ണുങ്ങൾ. അങ്ങനെ ഓരോ ഹാഫിളത്തായ
ജാരിയത്തിനോടും അടിമപ്പെണ്ണിനോടും പറയും, ഒരു ദിവസം 3 ജുസ് നിർബന്ധമായും ഓതിയിരിക്കണം. അപ്പൊ സുബൈദ ബീവി കൊട്ടാരത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ തോഴിമാരായ ഇവരിങ്ങനെ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ കഴിയും. ലഹും ദവിയുൻ കദവിയിൻ നഹൽ, തേനീച്ചയുടെ മൂളക്കം പോലെ കൊട്ടാരത്തിൽ മുഴുവനും മുസ്ഹഫിന്റെ സുഗന്ധമായിരുന്നു. അവരിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു മഹദിയാണ് കോടീശ്വരിയായി ജീവിച്ച സുബൈദ ബീവി. അമീനിന്റെ ഉമ്മയാണ്. മഅ്മൂൻ ഹാറൂൻ റഷീദിന്റെ മോനാണ്. പക്ഷേ ഉമ്മ അടിമ സ്ത്രീയാണ്. നിഷ്പക്ഷയായൊരു ഉമ്മയായിരുന്നു കേട്ടോ. അവരെ വിഷയം പറഞ്ഞപ്പോ ഓർത്തു പറയാണെന്ന് മാത്രം. ഹാറൂൻ റഷീദിന്റെ വഫാത്തിന് ശേഷം തനിക്ക് ജനിച്ച മകൻ മുഹമ്മദുൽ അമീൻ ഖലീഫയാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു സുബൈദ ബീവിക്ക്. അങ്ങനെ ഭർത്താവിനോട് ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ കാലശേഷം അമീൻ ആയിക്കോട്ടെ ഖലീഫ എന്ന് പറഞ്ഞു. ഹാറൂൻ റഷീദിന്റെ മറുപടി, സുബൈദ, ഇതൊരു അമാനത്താണ്, അത് യോഗ്യതയുള്ള ആളുകളെയല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാലും എന്റെ മകൻ അമീനായിരിക്കണം ഖലീഫ. സുബൈദ ബീവിക്ക് വല്ലാത്തൊരു വാശിയും ആവേശമൊക്കെ ഉണ്ടായിരുന്നു അതില്. അപ്പോഴും ഹാറൂൻ റഷീദ് പറഞ്ഞു, നിന്റെ മോനാണോ അല്ല എന്റെ മകൻ മഅ്മൂനാണോ? സുബൈദ ബീവി അല്ല ജന്മം കൊടുത്തതല്ലേ ഉമ്മ ഒരു അടിമ സ്ത്രീയായിരുന്നു. അവളാണോ അവനാണോ എന്ന് യോഗ്യനെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ കൊട്ടാരത്തിൽ ആദ്യം മഅ്മൂനെ വിളിച്ചു, അനുജനെ വിളിച്ചു. വാതിൽക്കൽ മുട്ടി, അസ്സലാമു അലൈക്കും യാ അബതി, പിതാവേ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ് അദ്ഖുൽ, ഞാൻ ഉള്ളിലോട്ട് കടന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ പിതാവ് സമ്മതം കൊടുക്കുന്നു. സുബൈദ ബീവിയും ഹാറൂൻ റഷീദും ഇരുന്ന് കാണുകയാണ്. ഇന്റർവ്യൂ ആണ്, ആരാണ് ഖലീഫ. അങ്ങനെ മഅ്മൂൻ കടന്നു വന്നു. മഅ്മൂൻ സുബൈദ ബീവിക്ക് ജനിച്ച മോനല്ല. മഅ്മൂൻ വന്നിട്ട് പിതാവിന്റെ മുമ്പിൽ ഭവ്യനായി വിനയാന്വിതനായി തലകുനിച്ചു നിന്നു. മഅ്മൂൻ, എന്റെ അഹദ് നിന്നെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഖലീഫയാവണം എനിക്ക് ശേഷം. അത് എന്നെ ഏൽപ്പിക്കരുത്, ഞാൻ അതിന് യോഗ്യനല്ല. എന്റെ ജ്യേഷ്ഠൻ അമീനിനെയാണ് നിങ്ങൾ ഏൽപ്പിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു മഅ്മൂൻ നീയാണ് യോഗ്യനെന്ന്. വേണ്ടപ്പാ, എന്നെ ഏൽപ്പിക്കരുത്, അത് ജ്യേഷ്ഠൻ അമീനിനെയാണ് ഏൽപ്പിക്കേണ്ടത്. അമീനാണ് അതിന് യോഗ്യൻ, എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. പിതാവ് പറഞ്ഞു, നീ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അമീനോട് വരാൻ പറഞ്ഞു. അമീൻ ഒരഹങ്കാരിയായി നെഞ്ചു വിരിച്ച് സലാം പറയാതെ സമ്മതം ചോദിക്കാതെ പിതാവിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. എന്തേ ഉപ്പ? സുബൈദ ബീവിന്റെ മോനായത്. മോനെ, അധികാരം നിന്നെ ഏൽപ്പിച്ചാലോ എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതിനിപ്പാ ഞാനല്ലാതെ ആരാ ഇവിടെ യോഗ്യനായിട്ടുള്ളത്? ഞാൻ തന്നെയല്ലേ ഇതിന് പറ്റിയ ആള്? അതെ 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 അതെ, മോൻ പൊയ്ക്കോ വന്നു. സുബൈദ, നീ പറയ്, നിന്റെ മോൻ അമീനാണോ, മുഹമ്മദുൽ അമീനാണോ, അല്ല അബ്ദുല്ലാഹുൽ മഅ്മൂനാണോ, ആരാണ് യോഗ്യനെന്ന്? അപ്പൊ നിഷ്പക്ഷമായി സുബൈദ ബീവി പറഞ്ഞു, അത് മഅ്മൂൻ തന്നെയാണ്. ചരിത്രത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ്, അത് വേറെ വിഷയം. അമീനാണ് പിന്നെ അമീൻ 4 വർഷം ഭരണം നടത്തി, പിന്നെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഏതായിരുന്നാലും മക്കളിൽ അള്ളാഹു നമുക്ക് സൽസ്വഭാവം കാണിച്ചു തന്ന് സന്തോഷിപ്പിക്കട്ടെ. അമീൻ. മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. രാത്രികാലങ്ങളിൽ നിസ്കരിക്കുന്ന ഇബാദത്തിന്റെ പ്രതിഫലം, രാത്രി ഉറങ്ങിയാലും രാത്രി നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി കിട്ടുന്ന ചില പണികൾ. പകലിൽ തെറ്റുകൾ ചെയ്യാതിരുന്നാൽ രാത്രി നിന്ന് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമത്രേ. പകൽ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുക. രാത്രി നമ്മൾ കിടന്നുറങ്ങിയാലും രാത്രി നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്.
സുന്നത്തായ നോമ്പുകൾ, സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ജോലിക്ക് പോകുന്നവർ, യാത്ര ചെയ്യുന്നവർ, ശരീരത്തിന് ആരോഗ്യക്കുറവുള്ളവർ, അവർക്കൊന്നും സുന്നത്ത് നോമ്പുകൾ അങ്ങനെ കൂടുതലെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എങ്കിൽ സുന്നത്ത് നോമ്പിന്റെ കൂലി കിട്ടും. അനാവശ്യമായ വർത്തമാനങ്ങൾ പറയാതെ നാവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, നുണ പറയരുത്, ഗീബത്ത് പറയരുത് എന്നല്ല ഇവിടെ പറയുന്നത്. അമ്മാ ലാ യഅനി, unnecessary talks, നമുക്ക് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ. മാ ലാ യഅനി, ഒരു കാര്യമല്ല, വെറുതെ കളകളാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യരുത്. നാവിനെ സൂക്ഷിച്ചാൽ സുന്നത്ത് നോമ്പെടുക്കുന്ന കൂലി കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. മൻ അറാദ ഫളൽ ഉലമാഇ ഫഅലൈഹി ബിത്തഫ്കീർ. ആലിമീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം വലുതാണ്. ഫളലുൽ ആലിമി അലൽ ആബിദി. ഇബാദത്ത് മാത്രം എടുക്കുന്ന അറിവില്ലാത്തൊരു മനുഷ്യനേക്കാൾ അറിവുള്ള ഒരു മനുഷ്യന്റെ സ്ഥാനം പൂർണ്ണ ചന്ദ്രന് മറ്റു നക്ഷത്രങ്ങളെക്കാൾ എത്ര ഒളിയുണ്ടോ, വെളിച്ചമുണ്ടോ, ശോഭയുണ്ടോ അതുപോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ല, അറിവ് നേടാൻ കഴിഞ്ഞില്ലായിരിക്കാം. ജീവിത സാഹചര്യം അങ്ങനെ ആയിരിക്കാം. വീട്ടിൽ ഉപ്പയുടെ മരണശേഷം വീടിന്റെ ചെലവ് നോക്കണം, ജോലിക്ക് പോകേണ്ടി വന്നു, പ്രാരാബ്ധങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി. അല്ലെങ്കിൽ കൊച്ചുപ്രായത്തിൽ അതിൻ്റെ ഒന്നും മഹത്വം മനസ്സിലായില്ല. അങ്ങനെ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടു ചേർത്തിടത്ത് നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ടാകും.